ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കോൺഗ്രസ് എംപിയുമായ ശശി തരൂർ കോൺഗ്രസിനെതിരെ ലേഖനം എഴുതിയിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് BJP പ്രചാരണ വിഷയമാക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകൾ ഓർമ്മിപ്പിച്ചാണ് തരൂരിന്റെ ലേഖനം. അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിലെ ലേഖനത്തിൽ വർത്തമാനകാലത്തിലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് തരൂരിന് ആശങ്കകളേയില്ല. വളഞ്ഞ് വിശദീകരിച്ച് പ്രോജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനമെന്ന് ദീപികയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. votevibe.in എന്ന തട്ടിക്കൂട്ട് കമ്പനിയുടെ സർവേ ഇവിടുത്തെ മാധ്യമങ്ങൾ അവഗണിച്ചപ്പോൾ മണി കൺട്രോളിൽ വാർത്ത കൊടുക്കുന്നു. അതെടുത്ത് തരൂർ കൂപ്പുകൈകളോടെ ട്വീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത് തരൂർ കണ്ടിട്ടില്ല. അങ്ങ് ബീഹാറിൽ വോട്ടർ പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ മഹാസഖ്യം പ്രക്ഷോഭത്തിലാണെന്നതും തരൂർ കണ്ടിട്ടില്ല. തരൂർ സ്വയം കൊഴിഞ്ഞു പോകട്ടെ എന്ന സംയമനത്തിലാണ് കോൺഗ്രസ്. പാർട്ടിക്ക് പുറത്തുപോയി അങ്ങ് UN വിശാല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തരൂരിന് മോദിയുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന. തരം കാത്തോ തരൂർ എന്നതാണ് ചോദ്യം. രാഷ്ട്രീയ നിരീക്ഷകരായ സണ്ണിക്കുട്ടി എബ്രഹാം, ജോർജ് പൊടിപാറ, NP ചെക്കുട്ടി, അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന ഒരു സർവേ റിപ്പോർട്ട് ട്വീറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്നൊരു ലേഖനം വരുന്നു. ആ പാഠം ഉൾക്കൊള്ളുമ്പോൾ നിലവിലെ വർത്തമാനകാലത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി വിശദീകരിച്ചുകൊണ്ടുള്ള ലേഖനമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എങ്ങും തൊടാതെ ചില ഉപദേശങ്ങൾ മാത്രം, അതിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിമർശനവുമില്ല. അപ്പോൾ എന്ത് പാഠമാണ് അദ്ദേഹം ഉൾക്കൊള്ളുന്നത്? ആരെ പാഠം പഠിപ്പിക്കാനാണ് ഈ ലേഖനം? സ്മൃതി, ശശി തരൂർ വളരെ മഹാനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ത്യയുടെ എല്ലാം മോദിയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തിൻ്റെ ദൂതുവാഹകനാണ്. അങ്ങനെ ഉയർന്ന തലത്തിൽ അഭിരമിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഈ പദവികളിലൊക്കെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ മോദിയെ പ്രതികരിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ചോരയും നീരുമാണ് അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന പദവികൾ എന്നുള്ളത്. അദ്ദേഹം നേരത്തെ യുഎന്നിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്നു. 10 അണ്ടർ സെക്രട്ടറി ജനറൽമാരാണ് അന്ന് UN ഇപ്പോഴത്തെ കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലൊരാളായിരുന്നു അദ്ദേഹം. പിന്നെ ഇന്ത്യയിലേക്ക് വരുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, 4 തവണ ജയിക്കുന്നു, 2 തവണ ഒരേ ടീമിലാണ് 2 വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തവണ മന്ത്രിസ്ഥാനം പോയതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ധാരാളം വ്യക്തിപരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഞാനത് ഓർപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണം ഉണ്ടായപ്പോൾ ആദ്യം അദ്ദേഹത്തെ കാണാൻ ഓടിച്ചെന്ന ഒരാൾ സോണിയാഗാന്ധിയായിരുന്നു. ആ ദൃശ്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ വെള്ളവും വളവും ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വലിയ പദവികളെടുത്ത് അല്ലെങ്കിൽ പദവികളിലെത്തിയ ഒരു എന്താ പറയുക, വിശ്വപൗരൻ എന്നാണല്ലോ പറയുന്നത് അദ്ദേഹം ഇന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ടാണ് ഈ അട്ടഹാസങ്ങളൊക്കെ നടത്തുന്നത്. അദ്ദേഹം ഒന്ന് ആലോചിച്ചാൽ മതി. രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഈ രംഗങ്ങളിലൊക്കെ ചില സത്യസന്ധതകൾ, ചില കെട്ടുപാടുകളൊക്കെ ഉണ്ട്, ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, അല്പം സത്യസന്ധതയൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാണ്. അതൊന്നും പാലിക്കണ്ട. പക്ഷേ അദ്ദേഹമാക്കിയ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോടുള്ള ഉത്തരവാദിത്വം പോലും മറന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ലേഖനം എഴുതിയതിനെക്കുറിച്ച് സ്മൃതി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വിവരിച്ചു. അദ്ദേഹം വളരെ തന്ത്രപൂർവ്വമാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. സ്മൃതി പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയുടെ 50ാമത്തെ വർഷം ഇന്ന് BJP ഒരു വലിയ പ്രചാരണ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണെന്ന് പറഞ്ഞാൽ, ശശി തരൂർ പറഞ്ഞാൽ നമ്മളാരും അതിനെ എതിർക്കില്ല. അങ്ങനെയായിരുന്നു. ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം വെറും ഒരു MP അല്ല, വെറും ഒരു കോൺഗ്രസ്സുകാരനല്ല. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റപ്പോൾ പാർട്ടി അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വമാണ് കൊടുത്തത്. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പരമോന്നത
അധികാര കേന്ദ്രമാണ് ഈ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിലെ അംഗമാണത്. അതിലെ അംഗമായി ഇരുന്നു കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു ലേഖനം അടിയന്തരാവസ്ഥയെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ചില ഉപദേശങ്ങളും ചില മുന്നറിയിപ്പുകളും ചില പാഠങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ലേഖനം എഴുതിയാൽ സത്യം പറഞ്ഞാൽ ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ വിഷയം പോലും അദ്ദേഹം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ എന്താ നടക്കുന്നത്? പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ നടന്നുകൊണ്ടിരിക്കുക. മണിപ്പൂരിലൊക്കെ എന്താ സംഭവിച്ചത്? ഇപ്പോഴാണല്ലോ അല്പം ശാന്തതയുണ്ടായത്. UP പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 1 കിലോ മാംസം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ പേരിൽ എങ്ങനെയാണ് ആളുകൾ മരിച്ചതെന്നുള്ളത് മറന്നുപോയോ? അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വലിയ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്കെതിരായിട്ടൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അയാൾ ജയിലിലാകുന്ന രീതിയിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും നമ്മുടെ ശശി തരൂറിന്, വിശ്വപൗരന് യാതൊരു ഖേദവുമില്ല, അല്ലെങ്കിൽ യാതൊരു കൺസേണുമില്ല. ഈ ലേഖനത്തിൽ പാർട്ടിയിൽ നിന്ന് വേണമെങ്കിൽ പുറത്താക്കാൻ പറ്റുന്ന വാചകങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകൾ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിനുദാഹരണമാണ്. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ അക്രമങ്ങളും പ്രയോഗിച്ചു. ന്യൂഡൽഹി പോലുള്ള നഗരകേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി. അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ ക്രൂരതയൊക്കെ അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ട് ഈ ലേഖനം ഇപ്പോൾ എഴുതുമ്പോൾ അദ്ദേഹം ഇപ്പോഴും പ്രവർത്തക സമിതി അംഗമാണല്ലോ. അപ്പോൾ എന്താണ് ഒരു നിസ്സഹായാവസ്ഥ പാർട്ടിക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ലേഖനം വായിച്ചതാണ്. ഇത് അന്ന് നടന്ന കാര്യങ്ങൾ, എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വീണ്ടും ഒന്ന് അവതരിപ്പിച്ചു എന്നതിനപ്പുറത്ത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് കുറച്ച് വിമർശനങ്ങളുണ്ട്. പക്ഷേ വളരെ ബോധപൂർവം വിമർശനങ്ങൾ കൂടുതൽ സഞ്ജയ് ഗാന്ധിയെക്കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം സ്മൃതി പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് വരാം. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിസ്സഹായത. മോദിയെക്കുറിച്ച് നേരത്തെ ശശി തരൂർ തന്നെ പറഞ്ഞൊരു ഉപമ, അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ല. കാരവൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായിരുന്ന വിനോദ് തോമസ്, അദ്ദേഹത്തോടൊരു പ്രമുഖ RSS നേതാവ് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. പറഞ്ഞല്ലോ, അത് ശശി തരൂരിൻ്റെ സ്വന്തം ഒരു പ്രയോഗമല്ല. അന്ന് അദ്ദേഹം പറഞ്ഞത്, മോദി എന്ന് പറയുന്നത് ശിവലിംഗത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തേളാണെന്ന്. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല, എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അതേസമയം ചെരുപ്പ് കൊണ്ട് അടിക്കാനും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിപ്പെട്ട് നിന്നിരിക്കുന്നത്. ശശി തരൂരും ആ ഒരു അവസ്ഥയിലാണ്, ആ ഒരു തേളിൻ്റെ അവസ്ഥയിലാണ്. അദ്ദേഹത്തെ എടുത്ത് കളയാനും പറ്റത്തില്ല, ചെരുപ്പ് കൊണ്ട് അടിക്കാനും പറ്റത്തില്ല. അതെന്താ എടുത്തു കളഞ്ഞാൽ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ശ്രീ എൻ പി ചെക്കുട്ടി അങ്ങനെ എടുത്തു കളയാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുകയാണോ? ഞാനൊന്ന് ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക്. ശ്രീ എൻ പി ചെക്കുട്ടി, അമിത്ഷാ കഴിഞ്ഞ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസം 2024 കാര്യമാണ്. ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി പ്രഖ്യാപിക്കുന്ന എതിർത്തുകൊണ്ട് തരൂർ അന്നൊരു പ്രതികരണം നടത്തിയിരുന്നു. അത് 2024 ജൂൺ 12 അടിയന്തരാവസ്ഥ ഭരണഘടന അനുസൃതമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2024 2025 ആകുമ്പോഴേക്കും അദ്ദേഹം ക്രൂരതകൾ ഓർമ്മിക്കുകയാണ്. ഓരോന്നോരോന്നായി ഓർത്തുകൊണ്ട് അദ്ദേഹം പാഠം ഉൾക്കൊള്ളുന്നു എന്ന് പറയുകയാണ്. പക്ഷേ വർത്തമാനകാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു പരാതികളുമില്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പോക്ക് ഇപ്പോൾ ആദ്യമായിട്ടല്ല. നമുക്കൊക്കെ കുറേ കാലങ്ങളായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അധികാരത്തിലുള്ള ശക്തികളോട് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഒന്നുള്ള ഒരാളല്ല ശശി തരൂർ. ഹീസ് എ കരിയർ പൊളിറ്റീഷ്യൻ ഓർ ഈസ് എ കരിയർ ബ്യൂറോക്രാറ്റ്. ആ നിലയ്ക്ക് മാത്രമാണ് അദ്ദേഹത്തെ കാണേണ്ടത്. അധികാരം എവിടെയുണ്ടോ അതിനോട് അടുത്ത് നിൽക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത്, ഐക്യരാഷ്ട്രസഭയിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിനോടാണ് ഒട്ടിപ്പിടിച്ചു നിന്നത്. കാരണം ആ സമയത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിൽ നിൽക്കുന്നത്, BJP ആയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ആളായിട്ട് അദ്ദേഹം വന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ നേടി. ഇപ്പം 2 തവണ കഴിഞ്ഞ് 3ാമത്തെ തവണയും മോദി വന്നതോടുകൂടി ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികാര സ്ഥാനത്തിൻ്റെ അടുത്ത് നിൽക്കാൻ ഏറ്റവും നല്ലത് മോദിയായിട്ടും കേന്ദ്രമന്ത്രിസഭയായിട്ടും അടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ആ ആഗ്രഹം അദ്ദേഹം പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. നിലപാടുകൾ, അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിൽ അദ്ദേഹം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ 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 എവിഡൻ്റ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇതിനോട് എങ്ങനെ റിയാക്ട്
റിയാക്ട് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം. കാരണം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരു അംഗം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളികൾക്ക് വേണ്ടിയിട്ട് പന്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഗോളടിക്കാൻ പാകത്തിൽ കൃത്യമായിട്ട് പിന്നെ പന്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു രൂപത്തിലാണ് ഇപ്പം വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനോട് എങ്ങനെ കോൺഗ്രസ് റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴൊരു യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അദ്ദേഹത്തെ പുറത്ത് കളയാം, പക്ഷേ പുറത്ത് കളയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ മാധ്യമ വിഷയമാവും. അതല്ലെങ്കിൽ അദ്ദേഹം ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അവഗണിക്കാം. പക്ഷേ അവഗണിക്കാവുന്ന ഒരു കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് BJP ഉയർത്തുന്ന പ്രശ്നങ്ങളെ മറ്റൊരു സ്പേസിൽ നിന്നുകൊണ്ട് അദ്ദേഹം BJP പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ വീണ്ടും പിന്നെ റേസ് ചെയ്യാണ്. അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ, BJPയുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തോട്, പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ധാരാളമുണ്ട്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ്, മറ്റു സ്ഥലത്ത് തെരഞ്ഞെടുപ്പുണ്ട്, കേരളത്തിൽ പോലും തെരഞ്ഞെടുപ്പുണ്ട്. ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ പാർട്ടിയിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിന് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ അടിയന്തരമായിട്ട് മാറ്റുക എന്നുള്ളത് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തന കാര്യങ്ങൾ ഒരിക്കലും കോൺഗ്രസ് പ്രവർത്തകനായിട്ട് അദ്ദേഹം വരുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം നിലമ്പൂരിൽ പോലും അദ്ദേഹം എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞത്. ക്ഷണിച്ചിട്ടാണോ പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പോകേണ്ടത്? വളരെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ഒരാൾ, കേരളത്തിലൊരു MP ആയിട്ടുള്ള ഒരാൾ, ഇത്രയും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ കേരളത്തിലെ ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ സമരം നടക്കുന്ന സമയത്ത്, ഒരു വലിയ ജീവനമരണ പോരാട്ടം നടക്കുന്ന ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് കോൺഗ്രസിൻ്റെ കൂടെയല്ല. പക്ഷേ ആ നിലയിൽ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റുക, രാജിവെക്കാൻ ആവശ്യപ്പെടുക, ലോക്സഭയിൽ ആ തരത്തിലൊരു നടപടിയിലേക്ക് കോൺഗ്രസിന് പോകേണ്ടതായിട്ട് വരും എന്നായിരിക്കുന്നു. കാരണം ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഇനി യോജിച്ചു പോകുന്ന പ്രശ്നമില്ല. തരൂരിൻ്റെ വഴി വേറെയാണ്. അത് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് നിന്ന് പുറത്താക്കുകയാണെങ്കിൽ പുറത്തായിക്കോട്ടെ അദ്ദേഹം വിചാരിക്കുന്നത്. നേരെ മറിച്ച് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുത്ത് അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടയക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ പറന്നുയരാൻ ആഗ്രഹിക്കുന്ന പക്ഷിയാണ്, ആകാശം എല്ലാവർക്കും ഉള്ളതാണ് എന്നൊക്കെ അദ്ദേഹം നേരത്തെ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അദ്ദേഹം ഇങ്ങനെ പറന്ന് പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പാർട്ടി ഒരു തരത്തിലും പിടികൂടാൻ ശ്രമിക്കുന്നില്ല. അത് പാർട്ടിയുടെ ഒരു തന്ത്രമായിട്ടാണോ താങ്കൾ അതിനെ കാണുന്നത്? ഇങ്ങനെ അലോസരമുണ്ടാക്കി പുറത്താക്കട്ടെ എന്ന് തരൂർ ആഗ്രഹിക്കുന്നു, പക്ഷേ പോകുന്നത്ര പോകട്ടെ എന്ന് പാർട്ടിയും കാത്തിരിക്കുന്നു. അതൊരു സമയമെടുക്കലാണോ? പാർട്ടിക്ക് അനുയോജ്യനായ തരൂറിന് പകരക്കാരനെ കണ്ടെത്താനുള്ള സമയമെടുക്കൽ, അങ്ങനെ പാർട്ടിയെ മോശമാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അദ്ദേഹത്തിന് പിന്നാലെ പോകാനും അണികൾ ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അവസരത്തിനാണോ പാർട്ടി കാത്തിരിക്കുന്നത്? സ്മൃതി, ഇതിനകത്ത് പാർട്ടി വളരെ തന്ത്രപരമായൊരു സമീപനം എടുക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം തരൂർ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ, പ്രയോഗങ്ങൾ, ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഈ ലേഖനം, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തോന്നുന്നത് തരൂർ ആഗ്രഹിക്കുന്നത് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ BJP അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ടാകാം. അതൊരു പക്ഷേ UN ഒരു ബർത്താകാം, അല്ലെങ്കിൽ അവിടെ ഒരു ഇന്ത്യൻ പ്രതിനിധിയായിട്ടോ, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ എന്നുള്ള ഉറപ്പ് വല്ലതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ കാര്യമായ എന്തോ ഓഫർ അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറായിട്ടോ അങ്ങനെ ഏതെങ്കിലും വലിയ സ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ കവറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓഫറുകളില്ലെങ്കിൽ തരൂർ ഇങ്ങനെ ചെയ്യും എന്ന് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും ശ്രീ ചേക്കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം നല്ല ലക്ഷണയുക്തമായ ഒരു ക്ലൈംബറാണ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, അദ്ദേഹം കരിയറിലുടനീളം കാണിക്കുന്നത് ഈ ക്ലൈംബറിൻ്റെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ. ആരെയൊക്കെ ഉപകാരം ചെയ്തവരെ ആയാലും അല്ലെങ്കിൽ സഹായിച്ചവരെയും സഹായിക്കാത്തവരെ എല്ലാം തോളിൽ ചവിട്ടിക്കയറി നിന്ന് സ്വന്തം വളർച്ചയും സ്വന്തം നേട്ടങ്ങളും മാത്രം, ആർക്കെന്ത് സംഭവിക്കുന്നു അത് ലോകം എങ്ങനെ കാണുന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ക്ലൈംബേഴ്സിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇത്. അപ്പോൾ ലക്ഷണയുക്തമായിട്ടുള്ള ഒരു ക്ലൈംബറിനെയാണ് ഞാൻ ശശി തരൂരിൽ കാണുന്നത്. മുമ്പൊക്കെ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ ശ്രമിച്ചപ്പോൾ വളരെ ശക്തമായ അദ്ദേഹത്തിൻ്റെ വരവ് UDFന് ഗുണം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സർവ്വ സ്വീകാര്യത ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ ഒരുപക്ഷെ മറ്റാരേക്കാൾ കൂടുതൽ നയിക്കാൻ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിന്
തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞേക്കുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അന്ന് NSSും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും മാർത്തോമാ സഭ പോലെയുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളും അല്ലെങ്കിൽ സഭകളും എല്ലാം തരൂരിനെ വല്ലാതെ അംഗീകരിക്കുകയും ആദരിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്തതാണ്. ചുവപ്പ് പരവതാനി വിരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആര് പരവതാനി വിരിക്കും? ഒരാളും പരവതാനി വിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ലക്ഷ്മണരേഖ അദ്ദേഹം എത്രയോ മുമ്പേ കടന്നിരിക്കുന്നു. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്മൃതി തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, അടിയന്തരാവസ്ഥ ഒരു നല്ല കാര്യമായിരുന്നു എന്ന് നമ്മൾ ആരും പറയുന്നില്ല, ഒരാൾക്കും പറയാനും കഴിയില്ല. അതായത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ അന്ധകാരമയമായൊരു കാലഘട്ടം തന്നെയായിരുന്നു ആ കുറഞ്ഞ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നുള്ളതിൽ ഒരു സംശയമില്ല. അന്ന് ജനാധിപത്യ ധ്വംസനം വലിയ രീതിയിൽ നടന്നു. പ്രതിപക്ഷത്തെ നേതാക്കളെ അറസ്റ്റ് ചെയ്തു, ഭരണഘടന അട്ടിമറിക്കപ്പെട്ടു. അതുപോലെ ജനാധിപത്യ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അതിലേറെ വീഴ്ചകളുണ്ടായിട്ടുണ്ട്. തുർക്ക്മാൻ ഗേറ്റിലെ ബുൾഡോസർ ഉപയോഗിച്ച് ആ ചേരി നിരത്തിയതും അതുപോലെ തന്നെ പാവപ്പെട്ടവർ ഓടിച്ചിട്ട് മുസ്ലിങ്ങൾ അടക്കമുള്ളവരെ ഓടിച്ചിട്ട് പിടിച്ച് വന്ധ്യംകരിച്ചതും അടക്കമുള്ള ഒട്ടേറെ നടപടികൾ ആ ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത, ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആർക്കും ന്യായീകരിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് AK ആന്റണി പോലും അത് ഒരു AICC സമ്മേളനത്തിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിനകത്തും അങ്ങനെ ചിന്തിച്ചവരുണ്ടായിരുന്നു, തരൂർ മാത്രമൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ്, പറയുന്ന വ്യക്തി, തരൂരിന് എന്ത് യോഗ്യതയുണ്ട്? ഇപ്പം നമുക്കെല്ലാം അറിയാം, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് ജനാധിപത്യ അവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെടുന്നു. വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ, എല്ലാ തരത്തിലുമുള്ള വേർതിരിവുകളും വിവേചനങ്ങളും ഇന്ത്യ മുഴുവൻ നടക്കുകയാണ്. അതായത് എല്ലാ അർത്ഥത്തിലും മനുഷ്യാവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെടുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ പോലെ തകർക്കപ്പെടുന്നു. മണിപ്പൂരിലെ പോലെ ഒരുപാട് എന്താ പറയുക കൂട്ടക്കുരുതികൾ അരങ്ങേറുന്നു. ഇതെല്ലാം നടന്നിട്ടും ഈ ഒരക്ഷരം മിണ്ടാൻ തരൂരെന്ന ജനാധിപത്യവാദി ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. മറിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും അസമയത്തും അനാവശ്യ ഘട്ടങ്ങളിലും എല്ലാം അദ്ദേഹം മോദി സ്തുതിയായിട്ട് മുന്നോട്ട് വരികയാണ്. പറയട്ടെ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹം വലിയ മഹാനായ നേതാവാണ്, വലിയ കോൺഗ്രസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ സാധാരണ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാത്ത വലിയ വിധാനങ്ങളുള്ള കോൺഗ്രസ്സുകാരനായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ട്, എഴുത്തുകാരനാണ്, ഒന്നാം തരം ഒറേറ്ററാണ്, ബഹുഭാഷാ പണ്ഡിതനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷേ ആ കഴിവുകൾക്ക് ഒപ്പം അല്പം വകതിരിവ്, ഇത്തിരി വിവേകം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ചു പോകുന്നു. ബുദ്ധി ഒന്നുമില്ലാത്ത ആളല്ലല്ലോ, തന്ത്രപരമായ ചില നീക്കങ്ങളാണ്. പുറത്താക്കുമ്പോൾ പുറത്താക്കട്ടെ, അങ്ങനെ പുറത്താക്കി കഴിയുമ്പോൾ അടുത്ത നീക്കത്തിലേക്ക് പോകാം എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ തരൂർ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ UN സെക്രട്ടറി ജനറൽ തെരഞ്ഞെടുപ്പ് 2026 ഡിസംബറിലാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് റൊട്ടേഷൻ വരുമ്പോൾ ഏഷ്യക്കാരനായ ഒരാൾക്കുള്ള സാധ്യത കാണുന്നു. അങ്ങനെ ഏഷ്യക്കാരനായ ഒരാൾ വരുമ്പോൾ തരൂർ യോഗ്യനാണ് എന്ന രൂപത്തിൽ ഇവിടെ ഇന്ത്യക്ക് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനാകുന്നു. ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ സന്ദർശനം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും റഷ്യയിലേക്കടക്കം തരൂർ പോയ കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ പിന്തുണ നേടുക, ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടുക, എന്നിട്ട് ആ സ്ഥാനത്തെത്തുക, അതാണോ തരൂർ ലക്ഷ്യപ്പെടുന്നത്? ഇപ്പോൾ മോദിയുടെ കാലത്ത് ഇവിടെ നിന്നൊരു UN സെക്രട്ടറി ജനറൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് മോദി സർക്കാരിന് നേട്ടമാണ്, BJPയുടെ ഭാഗമാകേണ്ടതുമില്ല. അല്ല, താങ്കൾ പറഞ്ഞതുപോലെ ഏഷ്യയിലേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം വരുന്നു എന്നുള്ളതാണല്ലോ, UN സെക്രട്ടറി ജനറൽ സ്ഥാനം വരുന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ അതിനൊരു ചെറിയ ചരിത്രം പറയാം. പണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പം ശശി തരൂരിനെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് ആക്കി വെച്ചു. അന്ന് അദ്ദേഹത്തിന് വലിയ പോപ്പുലർ വോട്ട് അതിനകത്ത് കിട്ടി. അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റാതെ പോയതിൻ്റെ, അതിന് ആ പറയുന്ന ജനറൽ അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വരാത്ത പോലും പോയതിന് കാരണം സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു വീറ്റോ വന്നു എന്നുള്ളതാണ്. അദ്ദേഹം എക്സ്പെക്ട് ചെയ്ത വീറ്റോ അല്ല വന്നത്. അതാണ് നമ്മൾ ശശി തരൂർ എക്സ്പെക്ട് ചെയ്ത വീറ്റോ ചൈനീസ് വീറ്റോ ആയിരുന്നു. പക്ഷേ വീറ്റോ വന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗത്തായിരുന്നു. അത് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. അതിന് പുള്ളി കൊടുത്ത മറുപടി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് വാണ്ട് എ വെരി ഗുഡ് സെക്രട്ടറി ജനറൽ, എ പവർഫുൾ സെക്രട്ടറി ജനറൽ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മുടെ അടുത്ത് നിൽക്കുമെന്ന. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ചൈനീസ് വീറ്റോ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ അത് അംബീഷ്യസ് ആയിട്ട് നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. കാര്യം അതിനകത്ത് ഒരു ക്ലാരിറ്റി വരണമെന്ന് തോന്നുന്നു.
കാര്യം ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിൽ ഒരു ഇന്ത്യക്കാരനായ ഒരാളെ ഇന്ന് UN സെക്രട്ടറി ജനറലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ചൈന അംഗീകരിക്കുമെന്ന് ശശി തരൂരിന്റെ ഡിപ്ലോമാറ്റിക് സ്കില്ല് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു ഇച്ചിരി ലോജിക് ആലോചിച്ച് കഴിഞ്ഞാൽ ആലോചിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ഒരു ഭാഗം. ഇനി നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് വരാം. നോക്കൂ, ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ലോകപ്രശസ്തനായ മാധ്യമപ്രവർത്തനാണ് റിസ്കാൻ, അൽ ജസീറയുടെ തലവനായിരുന്നു. അദ്ദേഹത്തിന് കൊടുത്ത 1-on-1 ഒരു ഇന്റർവ്യൂവിന് അദ്ദേഹം ശശി തരൂർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ഹിസ് ലൈഫ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ലിവിങ് സ്മജി തംപ്രിന്റ് ഇൻ ദ ഫുട് നോട്ട്സ് ഓഫ് ദ പേജസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. അദ്ദേഹം എന്താണ് ഇവിടെ വെച്ചിട്ട് പോയതെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും വലിയ വാചകം പറഞ്ഞ ചരിത്രത്തിന്റെ താളുകളിലേക്ക് കയറി ചെല്ലാൻ ആഗ്രഹിച്ച ഒരാള് ഡോക്ടർ മൻമോഹൻ സിംഗ് അവിടുന്ന് വിളിച്ച് ഈ പറയുന്ന സെക്രട്ടറി ജനറൽ ആകണമെന്നുള്ള അംബീഷ്യസ് ആയിട്ടുള്ള ഇന്ത്യൻ മൂവിനെ അല്ലെങ്കിൽ തരൂറിന്റെ മൂവിനെ മൊത്തത്തിൽ ഡിഫീറ്റ് ചെയ്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതിനെ കോംപ്രമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡോക്ടർ സിംഗ് അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് നല്ലൊരു സ്ഥാനം കൊടുത്തു. കേരളത്തിൽ അന്നുണ്ടായ പ്രശ്നം എന്താ? കേരളത്തിൽ ഡൽഹി നായര്, ഈ പറയുന്ന വെളുത്ത നായര്, ലോകത്തില്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. മന്ത്രിസ്ഥാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ആർക്കാണ് MOS സ്ഥാനമൊക്കെ ആദ്യം കൊടുക്കുന്നത്? വിദേശകാര്യ വകുപ്പൊക്കെ ആദ്യം കൊടുക്കുന്ന ആരാണ്? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് കൊടുത്തത്. എഗ്രീഡ്. പക്ഷെ അപ്പൊ മന്ത്രിയായിട്ടിരുന്ന സൽമാൻ ഖുർഷിദാന്ന് ഓർക്കണം. അങ്ങനെ ചെറിയ ആളല്ല മന്ത്രിയായിട്ടിരിക്കുന്ന ആള്, അദ്ദേഹത്തിന് വലിയ പാരമ്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു പാരമ്പര്യം ഈ പറയുന്ന ശശി തരൂറിനുണ്ട്. അപ്പൊ ശശി തരൂറിന്റെ കൂട്ടത്തിൽ കോൺഗ്രസ് നിന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊരു ലോജിക്കൽ മാൻ ആണെങ്കിൽ ഉണ്ട് എന്ന് തന്നെ പറയണം. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന എന്റെ രാഷ്ട്രീയവുമായിട്ട് ഒരു യോജിപ്പും ഇല്ലാത്ത ഒരാളാണ് ശശി തരൂർ. പക്ഷെ നമ്മൾ കാര്യം പറയുമ്പോൾ സത്യം പറയണമല്ലോ. അപ്പം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അടുത്ത ഒരു സ്റ്റേജ്, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാനായിട്ട് ശ്രമിക്കുന്നു. അന്ന് ഈ പറയുന്ന പൊടിപ്പാറ സാർ പറയുന്നത് പോലെ ഞാൻ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തതാണ്. അത് ജയിക്കും എന്നുള്ളത് കൊണ്ടല്ല, തരൂർ ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഒരു ഡെമോക്രാറ്റിക് എക്സസൈസ് അതിനകത്ത് നടക്കട്ടെ. ആ ഡെമോക്രാറ്റിക് എക്സസൈസ് കോൺഗ്രസിനകത്ത് നടക്കുന്നതുകൊണ്ടുള്ള ഗുണം യഥാർത്ഥത്തിൽ നമുക്കെല്ലാമാണ്. കാര്യം മതനിരപേക്ഷ ചേരി ഇച്ചിലൂടെ കോൺഗ്രസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുമെങ്കിൽ രാജ്യത്ത് നരേന്ദ്രമോദി ഇറക്കി വിടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അതല്ലാതെ അപ്പുറത്തേക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെയോടോ അല്ലെങ്കിൽ വേറൊരാളോടോ എതിർപ്പുള്ളതുകൊണ്ടല്ല പറഞ്ഞത്. ഇപ്പൊ ഞാൻ തിരിച്ചാലോചിക്കുകയായിരുന്നു, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനും സ്ഥിതി? ഇപ്പൊ കുറച്ച് കാലങ്ങളായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ സണ്ണിക്കുട്ടി ബാക്കിയുള്ളവരെല്ലാം സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹം പണിയെടുക്കുന്നത് BJPക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. വൺസ് എ ബ്ലൂ ഐഡ് ബോയ് ഓഫ് കോഫി ആനൻ ബിക്കേം ദ ബ്ലൂ ഐഡ് ബോയ് ഓഫ് മോഡി എന്ന് പറയുന്ന അവസ്ഥയായി. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം മോഡിക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും. ഇതിനകത്തൊരു പ്രശ്നമുണ്ട് സ്മൃതി, ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ഇന്റലിജന്റ് ട്രിക്ക് ഉണ്ട്. എന്താണ്? രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു. ഇപ്പം മാധ്യമപ്രവർത്തകർ സ്മൃതി രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഗവൺമെന്റിന് വേണ്ടി നിൽക്കുന്ന അവസ്ഥയാവും. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗവൺമെന്റിനെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഒരു ചോദ്യം ഉന്നയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ പറയുമ്പോ എന്താ, ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആ പണി നമുക്ക് ശശി തരൂർ കളിക്കുന്ന കളി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ശശി തരൂർ കളിക്കുന്ന കളി അതാണ്. ഈ പറയുന്ന പെഹൽഗാം അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ഫെയിലിയറും സെക്യൂരിറ്റി ഫെയിലിയറും ഉണ്ടായെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇരുന്നപ്പം ഒരു ഹണിമൂൺ പീരീഡ് ഇതിനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ, ഇല്ലേ? ഇന്റലിജൻസ് ഫെയിലിയറും ഈ പറയുന്ന സെക്യൂരിറ്റി ഫെയിലിയറുമായിട്ട് ബന്ധപ്പെട്ട ഈ സർക്കാരിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? കോൺഗ്രസിന് പോലും ചോദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള പ്രതികരണം വന്നു. അതാണ് പ്രശ്നം, അതാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് നിന്ന് തന്നെ യുദ്ധം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അത് ഞാൻ ഉദാഹരണം പറയാം. പാണ്ഡവ കൗരവ യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ നിന്നത് കൗരവരോടൊപ്പം ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നേനും കൗരവരുടെ സ്ഥിതി? കൗരവർ പെട്ടെന്ന് തോറ്റേനെ. ആ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശശി തരൂർ. ദുര്യോധനന്റെ അടുക്കൽ കൃഷ്ണൻ എങ്ങനെ സഹകരിക്കുമായിരുന്നോ അതേ സഹകരണമാണ് ഈ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? ഞാനിപ്പോൾ ഒരു പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രസ്ഥാനവുമായിട്ട് ആശയമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ അതിനെ തള്ളിപ്പറയാതിരിക്കാൻ, ആ ആശയത്തെ ഡിഫെൻഡ് ചെയ്യാൻ, ആ പ്രസ്ഥാനം ഒരു തെറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ഞാനൊരു സൈലൻസ് കീപ്പ് ചെയ്യും. അതെന്തുകൊണ്ടാ? ആ ആശയത്തോടുള്ള സ്നേഹം കൊണ്ടാ. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആർട്ടിക്കിൾ എഴുതുക, ലോകത്തില്ലാത്തവർക്കെല്ലാം ഇത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഇദ്ദേഹത്തെ എന്ത് കോൺസിക്വൻസ് വന്നാലും പരമാവധി വരാൻ പോകുന്നത് പുറത്താക്കിയാൽ ആന്റി ഡിഫെക്ഷൻ വെച്ച് തിരുവനന്തപുരത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. അതാണെങ്കിൽ പോലും ഞാൻ പറയുന്നു 100 എന്നുള്ളത് 99 ആകുമായിരിക്കും. അഭിമാനം ഉയർത്തിപ്പിടിക്കത്തക്ക രീതിയിൽ കോൺഗ്രസ് ഇദ്ദേഹത്തെ പുറത്താക്കണം. അതല്ല എങ്കിൽ ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് മതനിരപേക്ഷ, ഞാൻ ഇത്രയും ശക്തിയായിട്ട് പറയുന്നതിന് കാരണം ശശി തരൂറിന്റെ ആക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം
ഇന്നലെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഇപ്പൊ തന്നെ സ്മൃതി സൂചിപ്പിച്ചല്ലോ, MA ബേബിയും രാഹുൽ ഗാന്ധിയും കൂടെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന മതനിരപേക്ഷ ചേരിയെ കുറിച്ച്. ആ മതനിരപേക്ഷ ചേരിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി ഇത് മാറും. ഇങ്ങനെ ഒരു പ്രീസിഡൻസ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയില്ല. അത് രാഷ്ട്രീയമായി വലിയ കോൺസിക്വൻസ് ഉണ്ടാകും. അങ്ങനെയാണ് ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇതിനെതിരെ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായും ആക്ഷൻ എടുക്കാൻ കഴിയും. ഒറ്റ കാര്യം എന്നെ കേൾക്കുന്നവർ ആലോചിച്ചാൽ മതി. ശശി തരൂർ CPM-ലായിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹം CPM കാണുമായിരുന്നോ? CPM കാണില്ല. അദ്ദേഹം ആഗോള പൗരനല്ല, അതിനെക്കാട്ടിലും വലിയ പൗരനാണെങ്കിലും CPM അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കും. നിങ്ങൾ എത്ര കുറ്റം ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞാലും പുറത്താക്കിയിരിക്കും. അത് തരൂരിനൊന്നും അല്ല, സോമനാഥ് ചാറ്റർജിയെ പുറത്താക്കിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചോടടക്കി പിടിച്ച് നിന്ന മനുഷ്യനാണ് സോമനാഥ് ചാറ്റർജി. ആ ചാറ്റർജിയെ പുറത്താക്കി. പിന്നാണ് ശശി തരൂർ. അത്രയും ബന്ധം ഒരു കാരണവശാലും കോൺഗ്രസിന് ശശി തരൂരിനോടില്ല. നിർബന്ധമായും തിരുവനന്തപുരം തോറ്റാലും ഈ പറയുന്ന ലോകത്തിലെ ഇന്ത്യയിലെ മൊത്തം സീറ്റ് തോറ്റാലും അയാൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് പുറത്താക്കുക എന്നുള്ളതാണ്. നിർബന്ധമായി അയാളെ പുറത്താക്കണം. ശരി, ആ മെസ്സേജ് കൊടുക്കാനുള്ള സമയം കാത്തിരിക്കുകയാണോ കോൺഗ്രസ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഈ ലേഖനം വായിച്ചിട്ടില്ല എന്ന് പ്രിയങ്ക ഗാന്ധി ഇന്ന് പറയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ വായിക്കുമല്ലോ. ആ ലേഖനം മാത്രമല്ലല്ലോ, ഇതുവരെ കുറച്ചു കാലങ്ങളായി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിന്മേൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും? തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇപ്പോൾ തരൂർ പോവുകയാണെങ്കിൽ, തരൂരിനെ പുറത്താക്കുകയാണെങ്കിൽ പകരം ആര് എന്ന ആലോചനയിലേക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കടന്നിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്നൊരു സർവേ റിപ്പോർട്ടുമായിട്ടാണല്ലോ നേരത്തെ കഴിഞ്ഞ ദിവസം എക്സിൽ തരൂരിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് ഒരു വാർത്തയായി വന്നു എന്ന രൂപത്തിൽ വാർത്തയാക്കാൻ കുറേ ശ്രമങ്ങൾ നടന്നു എന്ന് കേൾക്കുന്നു. അത് നടക്കാതിരുന്ന പിന്നീട് ഒരു തന്ത്രം പ്രയോഗിച്ച് വാർത്തയാക്കുന്നു. അത് ഷെയർ ചെയ്തുകൊണ്ടിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഈ കമ്പനി ഏതാണെന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ എന്തൊക്കെയോ ഒരു തട്ടിപ്പാണോ എന്നുള്ള സംശയം തോന്നുന്ന കാര്യങ്ങളും അവിടെയുണ്ട്. ഇതൊക്കെ തന്നെയും കോൺഗ്രസ് കാണുന്നുണ്ട്. ഇവിടുത്തെ നേതാക്കളൊന്നും പരസ്യമായി പ്രതികരിക്കുന്നില്ല. കെ മുരളീധരനെ പോലെ ചില ആളുകൾ മാത്രമാണ് അതിൽ പ്രതികരിക്കുന്നത്. ദേശീയ നേതൃത്വം പ്രതികരിക്കാൻ സമയമായില്ലേ? നേരത്തെ ചോദിച്ചതുപോലെ ഒരാൾ തിരുവനന്തപുരത്തേക്ക് തരൂരിന് പകരം ആര് എന്ന് കാത്തിരിക്കുകയാണോ? അതൊന്ന് കണ്ടെത്തി കഴിയുന്നത് വരെയുള്ള താമസമേ ഉള്ളൂ. അങ്ങനെയാണോ? പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ തരൂർ ചെയ്യുന്ന കാര്യങ്ങളെ ശരിവെക്കുകയാണോ പാർട്ടി? മറ്റു നേതാക്കൾക്കില്ലാത്ത എന്താണ് പിന്തുണയാണ് ഇയാൾക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി വരില്ലേ? സ്മൃതി ഇപ്പോൾ ഉന്നയിച്ച ചോദ്യം, തരൂരിനെതിരെ നടപടിയെടുത്താൽ തിരുവനന്തപുരത്തേക്ക് പുതുതായിട്ടാര്? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തരൂരിനെ എതിരായിട്ടൊരു നടപടിയെടുത്താൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. വേണമെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാത്രമായിട്ട് പുറത്താക്കാം. വാസ്തവത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം അതാണ്. ഒരു പാർട്ടിയുടെ പരമോന്നത നയരൂപീകരണ സമിതിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി എടുക്കുന്ന ആളിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെയാണ് കാര്യങ്ങളുടെ കൂട്ടരസ് കിടക്കുന്നത്. അതായത് അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ MP ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് സാധിക്കും. പാർട്ടി ഒരു MPയെ അല്ലെങ്കിൽ നിയമസഭാംഗത്തെ പുറത്താക്കുകയാണെങ്കിൽ ഈ കൂറുമാറ്റ നിരോധ നിയമത്തിൻ്റെ വ്യവസ്ഥകളൊന്നും അദ്ദേഹത്തിന് ബാധകമാവില്ല. അതേസമയം അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയ തിരഞ്ഞെടുപ്പ് വരും. തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസ് പുതിയൊരാളിനെ അന്വേഷിക്കേണ്ടി വരും. അതേസമയം കോൺഗ്രസ് പുറത്താക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നില്ല. അങ്ങനെയല്ല സംഭവിക്കുക. സത്യം പറഞ്ഞാൽ ശശി തരൂർ കാത്തിരിക്കുന്നത് ആ ഒരു അവസരത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കിട്ടണം. അങ്ങനെയുമുണ്ടല്ലോ ചില ആത്മാർത്ഥമായിട്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകൾ, അതേത് പാർട്ടിയിലും ആയിക്കോട്ടെ, പാർട്ടിയിലൊരു ചെറിയ ശിക്ഷ പോലും, ഒരു താക്കീത്, രഹസ്യമായ താക്കീതാവട്ടെ അല്ലെങ്കിൽ പരസ്യമായ താക്കീതാവട്ടെ, CPM പോലുള്ള ഇടതുപക്ഷ പാർട്ടികളിലൊക്കെ അവരെ സംബന്ധിച്ചോളം വളരെ വേദനാജനകമാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടാവുക എന്നുള്ളത്. പാർട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ആരും ആഗ്രഹിക്കുന്നില്ല. അത് CPM ആണെങ്കിലും അല്ലെങ്കിൽ CP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരും. പക്ഷേ ഇവിടെ ശശി തരൂർ അദ്ദേഹം ഒരു നടപടിക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ MP ആയിട്ട് തുടരാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ നടപടിയെടുക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാതിരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇങ്ങനെ പോകുന്നത് ശരിയാണോ? പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. അദ്ദേഹം പ്രസംഗിക്കട്ടെന്നേ, അദ്ദേഹം ലേഖനങ്ങൾ എഴുതട്ടെ, അദ്ദേഹം പ്രസ്താവനകൾ നടത്തട്ടെ. പക്ഷേ അവിടെ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, വർക്കിംഗ് കമ്മിറ്റി പോലുള്ള വേദികളിലിരുന്നു കൊണ്ട് അത് ചെയ്യാൻ അനുവദിച്ചുകൂടാ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് വളരെ ആലോചിച്ച് ചെയ്യണം. കാരണം അതുണ്ടാക്കാവുന്ന ഒരു വലിയ പ്രതികരണമുണ്ട്.
പറഞ്ഞല്ലോ ഇദ്ദേഹം ഒരു ലോക പൗരനായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ലോകത്ത് മോദിക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്ന ആളാണല്ലോ. അപ്പോൾ ഇവിടെ പലരും അദ്ദേഹത്തിന് ഇനി എന്താണ് ലഭിക്കാൻ പോകുന്ന പദവി എന്നുള്ളതിനെക്കുറിച്ച്, ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ അദ്ദേഹം UN സെക്രട്ടറി ജനറൽ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വല്ലാത്ത ആഗ്രഹമൊക്കെ ആയിരിക്കും. അത് മോദിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ തരൂരിൻ്റെ ആണെങ്കിലും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് വേറെ G20 ഷെർപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. ഷെർപ്പയോ ഹിലാരിയോ ടെൻസിങ്ങോ ആരായാലും, അല്ലെങ്കിൽ അമേരിക്കയിലെ അംബാസഡറാക്കാം, UN പ്രതിയാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് മോദിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സ്മൃതി പണ്ടൊക്കെ പത്രങ്ങളിൽ, മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള പത്രങ്ങളിൽ റോവിങ് കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ ചെയ്തല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ നാട് നീളെ നടന്ന് വാർത്തകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്ന റോവിങ് കറസ്പോണ്ടൻറ്റ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ശശി തരൂരിനെ ആക്കാവുന്നതാണ്. ഏത് രാജ്യത്തും പോകാനും അവിടെ എല്ലാം മോദിക്ക് വേണ്ടി സംസാരിക്കാനും BJPയുടെ ന്യായം പറയാനും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം പോയല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. അതെ, അതിലേക്കാണ് വരുന്നേ. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു മിനിറ്റ് എനിക്കിതാ. അദ്ദേഹം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ പാർലമെൻ്ററി ഡെലിഗേഷൻ പോയത് കൂടാതെ റഷ്യക്ക് പോകുന്നു. പക്ഷേ എന്താണ് നേടിയത് സ്മൃതി? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു വൈറ്റ് പേപ്പർ, ഒരു ധവളപത്രം ഇറക്കേണ്ടതല്ലേ? കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നമ്മൾ 5-6 സംഘങ്ങളെ പലയിടത്തേക്ക് അയച്ചിട്ട് എന്ത് നേടി? ഇപ്പൊ ഈ ശശി തരൂരിനെ ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട കാതലായ പ്രശ്നം ഡൊണാൾഡ് ട്രംപ്. അതെ, അതാ പറഞ്ഞ കാതലായ പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. അവിടെ പാകിസ്ഥാൻ മേധാവിക്ക് അതേ സമയത്ത് തന്നെ അവിടെ ബിരിയാണി വെച്ച് വിളമ്പി എന്നുള്ളത് മാത്രമല്ല കാര്യം. മോദി ആഗ്രഹിച്ചത് അല്ലെങ്കിൽ BJP ആഗ്രഹിച്ചത് ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം തീർന്നത് ഞാനാണെന്ന് ഈ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തിരുത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. അദ്ദേഹം നേരത്തെ പരസ്യമായിട്ട് ആവശ്യം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞങ്ങളും പാകിസ്ഥാനും തമ്മിൽ ആലോചിച്ചാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ബ്രസീലിൽ ചെന്നപ്പോൾ, ബ്രിക്സിൻ്റെ യോഗത്തിന് ചെന്നപ്പോഴാണ് ടെലിഫോൺ വിളിച്ച് പറയുന്നത് ട്രംപ് സാറേ ഇത് അങ്ങനെ അല്ല എന്നുള്ളത്. അത് തിരുത്തിക്കാൻ പറ്റുമോ? JD വാൻസിനെ ഒന്ന് കണ്ടു എന്നതിനപ്പുറത്ത് അവിടെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള ആരെയെങ്കിലും കണ്ട് ഇക്കാര്യത്തിൽ, അതായിരുന്നല്ലോ നമ്മുടെ ആവശ്യം. നമ്മളിപ്പോഴും നാണം കെട്ട് നിൽക്കുക. ട്രംപ് ഇപ്പോൾ 50-55 തവണ പറഞ്ഞു കഴിഞ്ഞു ഇത് ഞാനാണെന്ന്. എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു പദവിയിലൊക്കെ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പറഞ്ഞല്ലോ ഇവിടെ പൊടിപാറയോ മറ്റോ പറഞ്ഞാൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനായി വന്നപ്പോൾ ഇവിടെ പറ്റിയ വാഹനം സാറ്റലൈറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതിനെ ഉപയോഗിച്ചു, അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിച്ചു, വളർന്നു. കോൺഗ്രസ് പാർട്ടി നിന്നുകൊടുത്തു, സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും നിന്നുകൊടുത്തു. ഇപ്പോൾ അതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ ഇവിടെ നമ്മുടെ ചേക്കുട്ടി പറഞ്ഞ ആ വാചകത്തോട് ഞാൻ ചേർന്ന് നിന്നുകൊണ്ട് പറയാം, അതൊരു കരിയറിസ്റ്റാണ്, ഒന്നാം തരം ഒരു ക്ലൈംബറാണ്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശിവലിംഗത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തേളായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ശരി, ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ തരൂരിന് ഒരു പിന്തുണയുണ്ട്, ജനപിന്തുണയുണ്ട് എന്നൊരു തോന്നലുണ്ട്. അത് തരൂരിനുണ്ട്, ഇതുവരെ ഉണ്ടായിരുന്നു. ജനപിന്തുണ മാത്രമല്ല, മുന്നണിയിൽ നിന്ന് തന്നെ ഒരു പിന്തുണ ഉണ്ടായിരുന്നല്ലോ. കേരളത്തിലൊരു സഞ്ചാരം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ. ആ സഞ്ചാരത്തിൽ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിച്ചു, അതിനുശേഷം മുസ്ലിം ലീഗിന് എങ്ങനെ അടി കിട്ടി എന്നുള്ള കാര്യവും അറിയാം. ഇന്നിപ്പോൾ ലീഗ് ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് ശരിയല്ല എന്ന ലീഗിൻ്റെ പ്രതികരണവും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ തരൂരിന് വലിയ പിന്തുണയുണ്ടോ? ഈ കോൺഗ്രസിനകത്ത് ഒരു അണികൾ അങ്ങനെ ഒഴുകിപ്പോകുന്ന വിധത്തിലൊരു പിന്തുണ യഥാർത്ഥത്തിൽ തരൂരിനുണ്ടോ? ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷെ ഇപ്പോഴുണ്ടോ? അതെ, അത് യഥാർത്ഥത്തിൽ ശശി തരൂർ തന്നെ കളഞ്ഞു കുളിച്ചതാണ്. അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ജനപിന്തുണ പല കാരണങ്ങൾ. ഒന്ന്, അദ്ദേഹം ലോക കാര്യങ്ങളിലൊക്കെ നല്ല ഇടപാടുള്ള, നല്ല ബന്ധങ്ങളുള്ള, ആഗോള വിഷയങ്ങളിൽ വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, പൊതുവിൽ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പാരമ്പര്യങ്ങളെ, ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യങ്ങളെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അക്കാദമിക് പൊളിറ്റീഷ്യൻ, റൈറ്റർ എന്ന നിലയിലൊക്കെ തന്നെ തരൂരിന് വലിയ ബഹുമതി കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ ബഹുമതി അദ്ദേഹം
നിരന്തരമായിട്ട് കളഞ്ഞു കുളിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം വേർപ്പ് നോക്കിയാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനോട് ജനങ്ങൾക്കുള്ള വളരെ പരിമിതമായ കുറച്ച് വോട്ടിന് അദ്ദേഹം ജയിച്ചത് വളരെ വളരെ ദയനീയമായിട്ടൊരു വിജയമായിരുന്നു. അത് ശശി തരൂരിനെ പോലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആ ജയം ഒരു എന്താ പറയുക വിജയമായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയില്ല. അതാണ് ഒരു കാര്യം. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? ശശി തരൂർ കാലങ്ങളായിട്ട് അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിലുള്ള ഈ നിലപാടില്ലായ്മകൾ അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിനനുസരിച്ച് രാഷ്ട്രീയത്തെ വളച്ചൊടിക്കാനുള്ള പൊതു താല്പര്യത്തെ വളച്ചൊടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിലെ ജനങ്ങളൊരു വളരെ വളരെ എന്താ പറയുക രാഷ്ട്രീയമായിട്ട് മറ്റു നിലയ്ക്കൊക്കെ എന്തെങ്കിലും ജനങ്ങളെ കുറ്റം പറയുമ്പോഴും രാഷ്ട്രീയമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളുള്ള നിലപാടുകളുള്ള അതിനെക്കുറിച്ച് അവലോകനം ചെയ്യാൻ ശേഷിയുള്ള ഒരു ജനതയാണ് കേരളത്തിലേത്. അപ്പോൾ അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പരമപുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തോ സർവേ നടത്തിയിട്ട് ഞാനാണ് ഏറ്റവും യോഗ്യൻ എന്ന് പറയുന്നതായിട്ട് കേട്ടു. അദ്ദേഹത്തിന് ആ സർവേ കേരളത്തിൽ എത്ര പേരുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, എത്ര പേരുടെ സർവേയാണ് നടത്തിയത്, ആ സർവേയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന എന്താ പറയുക മാർക്ക് എത്രയുണ്ട്, അതൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നോക്കേണ്ടതാണ്. പക്ഷേ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സ്പേസ് കളഞ്ഞു കുളിച്ചു. രണ്ടാമത്തെ പ്രശ്നമുള്ളത് അത് ഇൻ്റലക്ച്വലായിട്ടുള്ള ഇൻ്റലക്ച്വലായുള്ള നിലപാടുകളിലുള്ള അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ഇൻ്റലക്ച്വലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പൊതുക്കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിജീവിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നിലപാടുകളെ പോലെ തന്നെ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി എന്നുള്ളത് പ്രധാനമാണ്. ആ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി അദ്ദേഹം ഇല്ല എന്നുള്ളതിന് തെളിവാണ് മോഡിയെ അതിശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് പുസ്തകം എഴുതിയ ആൾ അദ്ദേഹം ഇപ്പോൾ മോഡിയുടെ എന്താ പറയുക ഇതാക്കുന്നു. അപ്പോൾ അത് നേരത്തെയുള്ള നിലപാടുകൾ ആണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളായിരുന്നതെങ്കിൽ ഇന്ന് ആ നിലപാടുകൾ അദ്ദേഹം കൈവിടാൻ പാടില്ല. അതേപോലെ തന്നെ പലപ്പോഴും അദ്ദേഹം അതാത് കാലത്ത് തൻ്റെ താല്പര്യത്തിനനുസരിച്ച് കേരളത്തിലെ വ്യവസായ വകുപ്പിനൊക്കെ ലേഖനം എഴുതി. അദ്ദേഹം എഴുതിയ ലേഖനത്തിൻ്റെ പറയുന്ന വസ്തുതകളല്ലാതെ പിന്നീട് തെളിയിക്കപ്പെട്ടപ്പോൾ അല്ല എനിക്ക് കിട്ടിയ വസ്തുതകൾ വെച്ചിട്ടാണ് അങ്ങനെ കൈ കിട്ടിയ സാധനങ്ങൾ എഴുതാൻ പറ്റുമോ? ഫാക്ട് ചെക്ക് ചെയ്യണ്ടേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ശശി തരൂരിൻ്റെ പബ്ലിക് ഇമേജ്, ശശി തരൂരിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ എന്നുള്ള ഇമേജ് അതൊക്കെ തന്നെ നിരന്തരമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷം ചെയ്യാനുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പേസിനെ അത് വല്ലാതെ തകർക്കും. കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഓണസ്റ്റിയെ തകർക്കും. നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്? പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായിട്ട് നിലപാടെടുത്തു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ നെക്കിട്ട് കയറാൻ ഒരുത്തനും സമ്മതിക്കുകയില്ല എന്ന് പൊസിഷൻ എടുത്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ മാത്രമല്ല സാധാരണക്കാരായ ആളുകളും കോൺഗ്രസിന് വോട്ട് ചെയ്തത്. ആ ഒരു നിലപാട് ഒരു ശക്തമായ പൊസിഷൻ ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ ആ പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ബഹുമതി കളഞ്ഞു കുളിക്കും എന്നതാണ് നടപടി അടിയന്തരമായിട്ട് നടത്തേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോർജ് പൊടിപാറ, ഈ ഒരു സർവേ ആണല്ലോ വാർത്തയായത്. ആ വാർത്തയാക്കിയത് ശശി തരൂർ തന്നെയാണ്. ഈ സർവേ നടത്തിയ കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസി അത് മാർച്ചിലാണ് എക്സിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്ഡേഷനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ 129 ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു ഏജൻസിയാണ്. ഈ 129 ഫോളോവേഴ്സുള്ള ഒരു ഏജൻസിയുടെ ആ സർവേ എങ്ങനെ നടത്തിയിരിക്കുന്നു, സാമ്പിൾ എടുത്തോ ഒന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന 28.3% പേർ അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പുറത്താകട്ടെ KK ശൈലജയ്ക്കാണ് LDFിൽ പിന്തുണ 24.2%, പിണറായിക്ക് 17.5% ഉള്ളൂ. ഈ KK ശൈലജയ്ക്കാണ് LDFിൽ കൂടുതൽ പിന്തുണ എന്ന വാർത്ത വന്നതുകൊണ്ടാണോ അപ്പുറത്ത് ഇതൊരു ആയുധമാകാതിരുന്നത്? സ്മൃതി, സത്യം പറയാമല്ലോ, നാടൻ ഭാഷയിൽ പറയാറുണ്ട് ഒരു കൊട്ടത്താപ്പ് കണക്കാണിത്. അതായത് ഒരുപക്ഷെ ഈ രണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അഭ്യാസം. ശരിക്കും പറഞ്ഞ ശ്രീ പിണറായി വിജയനേക്കാൾ പിന്തുണ ശൈലജ ടീച്ചർക്കാണെന്നും VD സതീശനേക്കാളും രമേശ് ചെന്നിത്തലയേക്കാളും വളരെ കൂടുതൽ പിന്തുണ ശശി തരൂരിനാണെന്നും പറയുന്ന ഒരു സർവേ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ നല്ല തള്ളിക്കളയാൻ പോലും കൊള്ളാത്ത സാധനം അത്. കാരണം അത്രയ്ക്കേ ഉള്ളൂ അത്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്കിൽ നോക്കുകയാണെങ്കിൽ 200-250 ഫോളോവേഴ്സുള്ള 2-3 മാസം മുമ്പ് തട്ടിക്കൂട്ടിയ ഒരു സാധനം. ഇതിൻ്റെ പിന്നിലുള്ള ആളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും അതും സംശയാസ്പദമാണ്, ഷെയ്ഡിയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സർവേ ഷെയർ ചെയ്ത ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും വളരെ വളരെ സംശയാസ്പദമാണ്.
അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തനിക്ക് ഒരു സ്പേസും ഇല്ലെന്നും താനൊരു എന്താ പറയുക, അതുകൊണ്ടാണല്ലോ നിലവിളിച്ചത് നിലമ്പൂരിലേക്ക് എന്നെ ഇവിടെയൊന്നും കിട്ടിയില്ലേ എന്ന് നമ്മളേതോ സിനിമയിലിരുന്ന ഒരാൾ പറയുന്നത് പോലെ നിലമ്പൂരിലേക്ക് എന്നെ വിളിച്ചില്ലേ, എന്നെ ആരും ക്ഷണിച്ചില്ലേ എന്ന് ശശി തരൂരിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കഷ്ടമാണ് സ്ഥിതി. അദ്ദേഹം തന്നെ സ്വയം നശിപ്പിച്ചെടുത്ത ആ ഒരു കരിഷ്മ എന്തുമാത്രം എന്ത് സ്വീകാര്യത ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്, എത്രത്തോളം കേരളം കൊണ്ടാടിയ ഒരു മനുഷ്യനാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന നേതാവാണ്. കോൺഗ്രസിൽ ഒരു നേതാവിനെ കണ്ടിരുന്നു ലീഗ്. ഞാൻ പറയുന്നത്, ഞാൻ ഇദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ ആഹ്ലാദം എന്താണെന്ന് വെച്ചാൽ, പൊതുവിൽ ഇത്തരം സെലിബ്രിറ്റീസ്, ഇത്തരം ഹൈ ഇൻ്റലക്ച്വൽസ്, ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ്സിലേക്ക് ഒരു ഓപ്റ്റ് ചെയ്യാറില്ല, അവർ വരാറില്ല. ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ ഇത്രയും വാചാലമായിട്ട് ഈ പറഞ്ഞ ക്യാമ്പസുകളെ ഇളക്കി മറിക്കുന്ന ആ ഒരു എന്താ പറയുക വൈബ്രേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള സ്പീച്ചുകൾ നടത്തി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അതുപോലെ തന്നെ ബഹുസ്വരതയിലും ഒക്കെയുള്ള ഇന്ത്യൻ യുവതയുടെ ആ എന്താ പറയുക ആവേശവും അവരുടെ ആ ഒരു മോഹമൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന, ഊട്ടി വളർത്തുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. ഞാൻ ഒത്തിരി പ്രഭാഷണങ്ങൾ കേട്ട ഒരാളെന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ആ ലാംഗ്വേജ് കപ്പാസിറ്റി മാത്രമല്ല, അദ്ദേഹം അവതരിപ്പിക്കുന്ന ആശയങ്ങളുടെ ഒരു വ്യക്തതയും ക്ലാരിറ്റിയും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ദാർഢ്യമൊക്കെ, അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത് വലിയൊരു കാര്യമായിട്ടും തിരിച്ചറിയും. അത് വരുത്തിയില്ല എങ്കിൽ പ്രവർത്തക സമിതിയിൽ നിന്ന് എങ്കിലും അദ്ദേഹത്തെ മാറ്റാനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കുമോ, അതല്ലെങ്കിൽ അതൊരു ദൗർബല്യമായി വിലയിരുത്തപ്പെടും എന്നുള്ളൊരു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതെ, അവസാനമായി ലാൽകുമാർ, ഈ വിഷയം എങ്ങനെ അവസാനിക്കുമെന്നാണ് കരുതുന്നത്? കോൺഗ്രസ് ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് പോകുമോ? ഈ പറഞ്ഞതുപോലെ പുറത്താക്കി കഴിഞ്ഞാൽ MP ആയി അവിടെ തുടരുമെന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അദ്ദേഹവും പുറത്താക്കാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും പ്രകോപനപരമായ പ്രതികരണങ്ങൾ, ഈ തരത്തിലുള്ള ലേഖനങ്ങൾ, ബൈറ്റുകളൊക്കെ ഇനിയും വരും. സ്മൃതി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. നോക്കൂ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടാണോ കോൺഗ്രസിന് എതിരായിട്ട് കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ശശി തരൂർ പല കാര്യങ്ങളും ഞാൻ ഉറപ്പായിട്ടും മെസ്സേജ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ മെസ്സേജ് നമ്മൾ കൊടുത്താലും, നമ്മൾ എന്ന് പറയുന്ന മതനിരപേക്ഷ നേരി കൊടുത്താലും, അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടിന്യൂ ചെയ്ത് സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു രീതിയിലായിരിക്കും. സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു നിലപാട് അദ്ദേഹം എടുക്കുന്നത്. കാര്യം, ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഒരു കാലത്തും ചെയ്യാത്ത പരിപാടി അദ്ദേഹം ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സൈഡ് സ്വിച്ച് ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കത് പോസിബിൾ ആണ്. BJP-യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ CPM-ലേക്ക് പോകുന്നു. അത് ഇവിടെ നിന്ന് പരമാവധി നശിപ്പിച്ചിട്ട് അപ്പുറത്തോട്ട് പോകാനൊരു വഴി ഒരുക്കുന്നു എന്ന് പറയുന്നത്, അത് ഒരു ഇത്രയും എല്ലാം ഉണ്ടാക്കി കൊടുത്തൊരു പ്രസ്ഥാനത്തോട് ചെയ്യുന്ന മര്യാദ. അദ്ദേഹം പോട്ടെന്നേ. ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കഴിഞ്ഞ 10-15 വർഷമായിട്ട് അദ്ദേഹം MP ആണ്. 3 പ്രാവശ്യമായിട്ട് 4 പ്രാവശ്യം ജയിച്ചു. 4ാമത്തെ ടേമിലാണ് നിൽക്കുന്നത്. അദ്ദേഹം നടത്തിയ ഒരു വലിയ ഇടപെടൽ ഏതായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? ഒരൊറ്റ ഒരെണ്ണം പറയാമോ? ഒരെണ്ണം പോലും ഇല്ല. ഞാൻ പറയുന്നു, ഈ സ്ക്രീനിലിരിക്കുന്ന 5 പേരുണ്ടല്ലോ, ഈ 5 പേര്, ഞാൻ സ്മൃതിയെ കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത്, 5 പേര് സംഘപരിവാറിനെതിരെ ഈ നാട്ടിൽ പറഞ്ഞിട്ടുള്ളതിന്റെ 1000-1 പോലും ഉറപ്പായിട്ടും ശശി തരൂർ പറഞ്ഞിട്ടില്ല. ശശി തരൂരിന് എലീറ്റ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഉണ്ട്, ഹ്യൂൻസ് ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിക്കുന്നത്. ഇതൊക്കെ ശരിയാ. പക്ഷെ സംസാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം, ഇദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞാൽ നിലച്ചാ പുലിയെ പിടിക്കും പക്ഷെ നിനയ്ക്ക മാട്ട എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ഇടപെടിയിൽ ഭാഷയില്ലാത്ത, ഈ പറയുന്ന വർത്താനം പറയാൻ ഇംഗ്ലീഷിൽ അറിയാൻ വയ്യാത്ത ആൾക്കാർ പോലും ശബ്ദം ഉയർത്തുന്ന ഒരു കാലമാണ്. ഇത്രയും ഭാഷയുള്ള ഹിന്ദി, ഈ പറയുന്ന ഇംഗ്ലീഷ് എല്ലാം വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന അറിയാവുന്ന ആള് ഒരൊറ്റ ഇടപെടിയിൽ നടത്തി ഒറ്റ പ്രസംഗം ഓർത്തിരിക്കുന്നത് നിങ്ങൾ പറയൂ. ഒറ്റ പ്രസംഗം CAA-യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കപിൽ സിബാലിന്റെ പ്രസംഗം ഓർത്തിരിക്കും. ഞാൻ പാർലമെന്ററി പ്രൊസീഡിങ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. തരൂറിന്റെ നല്ല ഇടപെടിയിലില്ല. അദ്ദേഹത്തിന് വളരെ വലിയ ഷേക്സ്പീരിയൻ ഇംഗ്ലീഷ് യൂസേജ് ഒക്കെ നടത്തി ഇംഗ്ലീഷ് പറയാൻ അറിയാം. അദ്ദേഹത്തിനുള്ളത് ഒരു ക്യൂൻസ് ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബ്രിട്ടീഷ് വോയിസ് ഉണ്ട്. ഇതൊക്കെ ശരിയാ. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹം പറയുന്നില്ല. നമുക്ക് പറയാൻ അറിയത്തില്ല, പക്ഷെ നമ്മുടെ ശബ്ദം വെളി വരുന്നുണ്ട്. എനിക്ക് പറയാൻ അറിയാം, ശബ്ദം പുറത്തു വരുന്നില്ല. തരൂരിന്റെ പോരാട്ടം എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം. വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, NP ചെക്കുട്ടി, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ശ്രീ ജോർജ് പൊടിപ്പാറ.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.